തൊഴിൽ മേഖലയിൽ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഓട്ടോ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ആശുപത്രിയിലോ അവിടെ ഒരു ഓട്ടോ ഓടിക്കുന്നൊരു പെൺകുട്ടിക്ക് നേരെ മറ്റൊരാൾ തല്ലിയാൽ ആ ഓട്ടോ ഓടിക്കുന്ന പെൺകുട്ടിയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ. ആ തല്ലിയ ആൾ പിന്നെ അവിടെ വിട്ട് പോകാൻ പറ്റുമോ ഹർഷൻ? ആ ഓട്ടോ സ്റ്റാൻഡ് വിട്ട് പോകാൻ പറ്റുമോ? ആളെ പിടിച്ചു നിർത്തില്ലേ? അയാളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്ത് എന്തുകൊണ്ടാണ് അതും ഇങ്ങനെ മർദ്ദിച്ചാൽ? മുഖം നോക്കൂ, ആ കുട്ടിയുടെ മുഖം നോക്കൂ, ആ ചെറുപ്പക്കാരിയുടെ മുഖം നോക്കൂ, എത്ര ശക്തമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത്. അങ്ങനെ തല്ലിയാൽ മറ്റേതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒരാൾ തല്ലിയാൽ അവിടെ അയാൾക്ക് പിൻവാതിലൂടെ ഇറങ്ങി ഓടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണോ ചെയ്യുക? അയാളെ പിടിച്ചു നിർത്തില്ലേ? കാരണം ഇതും ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. അഡ്വക്കേറ്റ് ശ്യാമിലിയും അഭിഭാഷകയാണ്. അഭിഭാഷകർക്ക് തല്ല് കിട്ടിയിരിക്കുന്നു. ആ തല്ലിയ ആളെ അവിടെ പിടിച്ചു നിർത്തണ്ടേ? അവിടെ പിടിച്ചു നിർത്തുണ്ടായില്ല. ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവില്ല. ഏത് തൊഴിൽ മേഖല എടുത്തോളൂ, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഇങ്ങനെ സംഭവം നടക്കില്ല. പക്ഷേ അത് മഞ്ചൂർ കോടതിയിൽ അത് നടന്നിരിക്കുന്നു. ഇത് ആ പെൺകുട്ടി നേരത്തെ സംസാരിക്കുന്ന നമുക്ക് സങ്കടം തോന്നും. വളരെ കഷ്ടപ്പെട്ടാണ് ഈ ജോലിയോട് താല്പര്യമുള്ളത് കൊണ്ട് വന്ന ഒരു സ്ത്രീയാണ്. അവർ 5 മാസം ഗർഭിണിയായിരിക്കെ ഇയാളിന്ന് തല്ല് വാങ്ങിയത്രേ, ഇയാൾ തല്ലിയത്രേ. അപ്പോൾ അയാളുടെ ഓഫീസിൽ മറ്റാളുകൾ ഉണ്ടാവില്ലേ? 5 മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെയുള്ള ഒരാൾ തല്ലി, ആ വാക്കുകൾ കൊണ്ടല്ല, തല്ലി ഫിസിക്കലായിട്ട് ആക്രമിച്ചു. അപ്പോൾ അതെന്താണ്? അങ്ങനെ ഏതെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ നടക്കുമോ? അങ്ങനെ തല്ലിയതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനകത്ത് തല്ല് ഫിസിക്കൽ അറ്റാക്കിലേക്കൊക്കെ പോയാൽ എത്രയ്ക്ക് ശക്തമായിട്ടാണ് ഹർഷൻ ഈ കാലത്തൊക്കെ അത് എത്രയ്ക്ക് രൂക്ഷമായിട്ടാണ് അത് എടുക്കപ്പെടുന്നത്. അപ്പോൾ ആ ഓഫീസിനകത്ത് ഈ ബേലിൻദാസ് എന്ന് പറയുന്ന ഈ ചങ്ങാതിയുള്ള ആ ഓഫീസിനകത്ത് ഒരിക്കൽ തല്ലിയിട്ട് ഇവർ പരാതിപ്പെട്ടില്ല എന്നത് തന്നെ അത്ഭുതകരമാണ്. അത് പോട്ടെ, അത് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാകും, നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ മറ്റുള്ള ആളുകൾ, മറ്റ് ജൂനിയർ അഭിഭാഷകർ ഒരു വാക്കുകൊണ്ട് പറഞ്ഞോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്ന്? ഇത്രയ്ക്ക് ശക്തമായിട്ടുള്ള ആക്രമണത്തിലേക്ക്, ക്രൂരമായ ആക്രമണത്തിലേക്ക് പോയതുകൊണ്ടല്ലേ ഇത് പുറത്തറിഞ്ഞത്. അപ്പോൾ എന്നിട്ടും അയാൾക്കാണ് സുരക്ഷ എന്ന് മാത്രമല്ല, എനിക്ക് അഭിഭാഷകർ മാത്രമല്ല, ഇയാൾ ഈ തല്ലും നടത്തിയിട്ട് ഈ നാട്ടിൽ മുഴുവൻ വാർത്തയായിട്ട് ഈ കുട്ടിയെ കാണുന്ന ആൾക്ക് സഹിക്കില്ല ഈ തല്ല് കിട്ടിയത്. എന്നിട്ട് ഇയാളെ പിടിക്കാൻ പോലീസിന് ഒരാൾക്ക് പോലും പറ്റിയിട്ടുമില്ല. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ മന്ത്രി തന്നെ അവിടെ പോയി വാർത്താസമ്മേളനം നടത്തി. ഈ കേരളത്തിലാണല്ലോ ഇത് നടക്കുന്നത്. ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഈ കുട്ടിക്ക് പോയിരുന്നു വാർത്താസമ്മേളനം നടത്തി. ഇങ്ങനെ ക്രൂരമായ കാര്യം നടത്തിയ ഒരു ചങ്ങാതിയെ പിടിച്ചുകൊണ്ടുവരാൻ ഈ പോലീസിന് സാധിക്കുന്നില്ല എന്നത് ചെറിയ കാര്യമല്ല. അതായത് ഈ ചിലയിടങ്ങളിൽ ആ കോടതിക്കകത്തെ അഭിഭാഷകർ പ്രശ്നമാണ്, ഇത്രയും കാലമായിട്ട് ഇയാളെ പിടിക്കാൻ പറ്റാത്ത പോലീസുകാരും പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.